ഏതാനും ആഴ്ചകളായിട്ട് ചൈന വലിയ രീതിയിൽ അഗ്രസീവായിട്ട് തന്നെ തായ്വാനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ ചിത്രീകരിച്ച് പുറത്തുവിടുന്നുണ്ട്. ചൈന അവരുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന തരത്തിൽ ഗംഭീരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ വലിയ മിസൈൽ കാനിസ്റ്ററുകൾ, അതുപോലെ തന്നെ അവരുടെ കവചിത വാഹനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ വരിയായിട്ട് സിനിമ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ചൈന അവരുടെ ഒരു പവർ, അവർ ഭയങ്കര ശക്തമായ രാജ്യമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മസിൽ പവർ കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൈന ഇത് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേയൊക്കെ ചൈന കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇല്ലാത്ത പലതും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരാവണ്ണം 5ാം തലമുറ യുദ്ധവിമാനം പോലും ഇതുവരെ ഉണ്ടാക്കാത്ത ചൈന ഇപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടൊരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ തങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്ത് നിൽക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് വലിയ ശക്തിയാണ്, സൂപ്പർ പവറാണെന്ന് ഒരു പ്രചാരണം നടത്തുക. അത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചാരണത്തിലൂടെ ഒരു പക്ഷേ ഒരുപാട് ഉദ്ദേശങ്ങൾ ചൈനയ്ക്ക് ഉണ്ടാവാം. ചൈന ദുർബല ശക്തിയെന്നോ മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അവർ ഈ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെയൊക്കെ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോഴെന്തുകൊണ്ട് ഇത് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കവർ ചെയ്തൊരു വാർത്തയുണ്ട്. ചൈനയുടെ 10-ലധികം വരുന്ന യുദ്ധവിമാനങ്ങളെ നമ്മുടെ തായ്വാൻ ലോക്ക് ചെയ്തു. എന്ന് വെച്ചാൽ തായ്വാനെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ചൈന ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തായ്വാനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ചൈനീസ് വിമാനങ്ങൾ, ചിലപ്പോൾ 5ഉം 10ഉം 20ഉം 50ഉം 100ഉം ചൈനീസ് വിമാനങ്ങൾ വരെ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പറന്നു കിടക്കാറുണ്ട്. സോ ഇങ്ങനെ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച ചില ചൈനീസ് വിമാനങ്ങളെ കൃത്യമായിട്ട് തായ്വാന്റെ എയർക്രാഫ്റ്റുകൾ ലോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം തായ്വാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ F-16 ഒക്കെയാണ് തായ്വാന്റെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ. ചൈന മറ്റേ 6ാം തലമുറ യുദ്ധവിമാനം വരെ നിർമ്മിച്ച ചൈനയുടെ യുദ്ധവിമാനങ്ങളെ തായ്വാൻ വിമാനങ്ങൾ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വിമാനങ്ങളെ അടിച്ചിടാൻ തായ്വാന് കഴിയുമായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ഈ ചൈനീസ് വിമാനങ്ങളെ ലോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ തായ്വാൻ പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഒറ്റ ചോദ്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. തായ്വാൻ ചൈന യുദ്ധം നടന്നാൽ ആര് ജയിക്കും? നിസ്സംശയം പറയാം ചൈനയെ ജയിക്കൂ. കാരണം അത്രയും ശക്തമാണ് തായ്വാനേക്കാൾ ചൈന. പക്ഷെ അവിടെയാണ് വേറൊരു കുഴപ്പിച്ച ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിരുന്നല്ലോ നമ്മുടെ റഷ്യ. എന്തുകൊണ്ടാണ് യുക്രൈന് മേൽ ഇതുവരെ ഒരു പൂർണ്ണ വിജയം നേടാൻ കഴിയാത്തത്? അവിടെയാണ് തായ്വാൻ വിഷയം ചൈനയ്ക്ക് ഒരു വലിയ പണിയായി മാറാനുള്ള സാധ്യതയുള്ളത്. കാരണം എങ്ങനെയാണോ യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ പിടിച്ചു കെട്ടാൻ പാശ്ചാത്യ ലോകം ശ്രമിക്കുന്നത്, മൾട്ടിപോളാർ വേൾഡിനെ തകർക്കാനായിട്ടുള്ള അമേരിക്കയുടെയും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ ശക്തികളുടെയോ അല്ലെങ്കിൽ സോ കോൾഡ് ഡീപ് സ്റ്റേറ്റിൻ്റെയോ ഒക്കെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിലൂടെ ഇപ്പോൾ റഷ്യ അവർ തളച്ചിട്ടിരിക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടായതിന് ശേഷം അമേരിക്ക ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കൂ. അതായത് സിറിയൻ ഭരണാധികാരി അവിടെ നിന്ന് പുറത്താക്കി, മൂപ്പര് രാജ്യം വിട്ടോടി. പകരം നേരത്തെ ഭീകരവാദിയായിരുന്ന ഒരാളെ തുർക്കിയുടെ സഹായത്തോടെ സിറിയയിലെ പ്രസിഡന്റും ഭരണാധികാരിയും ഒക്കെ ആക്കി മാറ്റുന്നു. എന്നിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വെനസ്വേല എന്ന് പറയുന്ന രാജ്യം റഷ്യയുടെ വളരെ അടുത്ത സുഹൃത്ത് രാജ്യമാണ്. ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെയാണ് ഇപ്പോൾ അമേരിക്ക ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. മറ്റേ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിടുകയും ചെയ്തു. ഇതെല്ലാം എപ്പോഴാണ് അമേരിക്ക ചെയ്തതെന്ന് വെച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്താണ്. ഇവിടെ റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാനും സിറിയയും അതുപോലെ വെനസ്വേല പോലുള്ള രാജ്യങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അപ്പോൾ റഷ്യക്ക് ഈ രാജ്യങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഈ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തത്. റഷ്യ അവരുടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറിയൻ ഭരണാധികാരിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം റഷ്യക്ക് അപ്പോഴില്ല. കാരണം റഷ്യക്ക് ആവശ്യം പോലെ ആയുധങ്ങൾ വേണം. അത് ഉത്തര കൊറിയയിൽ നിന്നും ഒരു പരിധി വരെ ഇറാനിൽ നിന്നും വരെ റഷ്യ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി റഷ്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സിറിയയിലെ ഭരണാധികാരിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെയാണ് അസർബൈജാൻ അർമേനിയ യുദ്ധത്തെ തടയാനായിട്ട് പറ്റുക? പറ്റില്ല. റഷ്യക്ക് റഷ്യയുടെ കാര്യം നോക്കിയേ പറ്റൂ. അപ്പോൾ റഷ്യയെ ആ ഒരു യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ തളച്ചിട്ടിട്ടാണ് അമേരിക്ക സിറിയയിൽ അട്ടിമറി നടത്തിയത്, അതുപോലെ ഇറാനെ ആക്രമിച്ചത്, വെനസ്വേലയെ ബുള്ളി ചെയ്തത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ അമേരിക്ക ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നാളെ ചൈനയെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ചൈനയെ തകർക്കാനായിട്ട് ഒരു ആയുധമായിട്ട് അമേരിക്ക ചിലപ്പോൾ തായ്വാനെ ഉപയോഗിച്ചേക്കാം.
എന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ ഒറ്റയ്ക്ക് വിചാരിക്കുകയാണ് തായ്വാനെ അങ്ങ് പിടിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ തായ്വാൻ ചെറുത്ത് നിൽക്കും. കാരണം തായ്വാന്റെ കയ്യിൽ F-16 പോലെയുള്ള വിമാനങ്ങളുണ്ട്. ചൈനീസ് ആയുധങ്ങൾ പലതും ഈ കൊട്ടി ഘോഷിക്കുന്നത് പോലെ അത്ര മികച്ചതൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം നാശനഷ്ടം ഉണ്ടാക്കാൻ തായ്വാന് പറ്റും. എന്ന് വെച്ചാൽ ചൈനീസ് നഗരങ്ങൾ പലതും തായ്വാന്റെ മൂക്കിന്റെ തുമ്പത്താണ് ഇരിക്കുന്നത്. അതിപ്പോൾ പ്രധാനപ്പെട്ട ചൈനയുടെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള നഗരങ്ങളെല്ലാം തായ്വാൻ ആക്രമിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ അടുത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തായ്വാൻ ചൈന യുദ്ധമുണ്ടായാൽ ചൈനയ്ക്കും ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് ആത്യന്തികമായിട്ട് ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള യുദ്ധമാണെങ്കിൽ തായ്വാനെ പരാജയപ്പെടുത്തി ചൈന അത് പിടിച്ചെടുക്കും. വേണ്ടി വന്നാൽ അതിനവർക്ക് കഴിയും. പക്ഷെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തായ്വാന് സഹായവുമായിട്ട് വന്നാൽ, ഓസ്ട്രേലിയയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ സഹായവുമായിട്ട് വന്നാൽ യുദ്ധം അനന്തമായിട്ട് നീണ്ടുപോകും. എന്തായാലും അവിടെ കൊണ്ടുവന്ന ആണവായുധം ഉപയോഗിക്കാനൊന്നും ചൈനയ്ക്ക് പറ്റില്ല. ആ സ്ഥിതിക്ക് യുദ്ധം ഒരുപാട് കാലം നീണ്ടുപോകാം. ഇപ്പോൾ റഷ്യയും അതുപോലെ യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെ തന്നെ നീണ്ടുപോകാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം തായ്വാൻ അവരുടേതാണ്, അത് പിടിച്ചെടുത്തേ പറ്റൂ എന്ന് പറയുന്ന ചൈനീസ് അധിനിവേശ നിലപാടുകളോട് യോജിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ തായ്വാന് സഹായം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇവിടെ രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് കാണാം. ഒന്ന്, അമേരിക്ക ഈ അവസരത്തെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. ചൈനയുടെ ഒരുപക്ഷെ വലിയ തകർച്ചയിലേക്ക് അത് പോകാം. തായ്വാൻ ചൈന യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടിബറ്റിൽ പോലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈനയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടിബറ്റ് മാത്രമല്ല, ഇപ്പോൾ ഇന്നർ മംഗോളിയയുടെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഷിൻജിയാങ് എന്ന് പറയുന്ന ഉയ്ഗുർ മുസ്ലിങ്ങളുടെ ഒരു റീജിയൻ ആയിക്കോട്ടെ. അപ്പോൾ ചൈന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ തായ്വാനെ വളരെയധികം US-ഉം യൂറോപ്പും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയാണ്. തായ്വാനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ തായ്വാൻ ശക്തമാവുകയാണെങ്കിൽ തങ്ങൾക്കതൊരു ഭീഷണിയാണെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. എന്തുകൊണ്ടാണ് ഈ ചൈന ഈ തായ്വാനെ ഭയപ്പെടുന്നത്? ശരിക്കും എല്ലാവർക്കും അറിയാം. ഈ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന ആ ഒരു ചൈനയെ തകർത്തുകൊണ്ടാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് ചൈന ഉണ്ടാവുന്നത്. മാവോയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചൈന പിടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളെല്ലാം പലായനം ചെയ്ത് വന്നു കയറിയ സ്ഥലമാണ് ഈ തായ്വാൻ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തായ്വാൻ തങ്ങളെ അട്ടിമറിച്ച് തങ്ങളെ പിടിച്ചെടുക്കുമോ എന്നൊരു ഭയം കൂടിയുണ്ട് ചൈനയ്ക്ക്. ചൈനയെ ഇത്തരത്തിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തായ്വാനെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഉപയോഗിക്കുമോ എന്ന ഭയവുമുണ്ട്. അപ്പൊ ഈ ഭയം കൊണ്ടാണ് തായ്വാനെ പിടിച്ചെടുക്കാനായിട്ട് ചൈന ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത്. പക്ഷെ പോയി തലവെച്ച് കൊടുക്കാൻ പേടിയുമുണ്ട്. ആക്രമിച്ചു കഴിഞ്ഞാൽ യുദ്ധം അനന്തമായി നീണ്ടുപോയാലോ? മാത്രമല്ല, ഇന്നലകളിൽ ഇപ്പോൾ വ്യക്തമാവുന്ന എന്താണ്, ചൈനീസ് ആയുധങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ വലിയ മികച്ച ആയുധങ്ങളാണെന്ന് കരുതുക വയ്യ. താരതമ്യേന അത്യാധുനികമെന്ന് ചൈന പറയുന്ന അവരുടെ യുദ്ധവിമാനങ്ങളെയാണ് ഇപ്പോൾ തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ കുറച്ച് പഴയ ആളാണ് ഈ പറയുന്ന F-16. അമേരിക്കൻ നിർമ്മിതമാണ്. ആ F-16 ഉപയോഗിച്ചുകൊണ്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്, അതും 10-ലധികം വിമാനങ്ങളെ. അപ്പൊ തായ്വാന്റെ സൈനിക ശക്തി തീരെ വില കുറച്ച് കാണാൻ പറ്റില്ല. യുക്രൈന്റെ വിഷയത്തിൽ റഷ്യക്ക് പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത് യുക്രൈനെ വില കുറച്ച് കണ്ടു എന്നുള്ളതായിരുന്നു. അതൊരു പക്ഷേ ഇവിടെ ചൈനയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ചൈനയുടെ ലോകശക്തിയാകാനുള്ള മോഹവും അല്ലെങ്കിൽ സൂപ്പർ പവർ ആകാനുള്ള മോഹവും ഒക്കെ ചിലപ്പോൾ പാതിയിൽ അവർക്ക് നഷ്ടമാകാനുള്ള വലിയ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 2026-27 കാലഘട്ടത്തിൽ ട്രംപിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ തായ്വാൻ ചൈന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ലോകത്ത് തന്നെ മാറ്റം സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈന ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിന്റെ ഫാക്ടറിയാണ്. ഇപ്പോൾ ലോകത്തെ അടിമുടി അത് മാറ്റിമറിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വാർത്തകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയും അഗ്രസീവായിട്ട് ചൈന അവരുടെ സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തായ്വാൻ വിട്ടുകൊടുക്കുന്നുമില്ല. അപ്പോൾ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം മറ്റൊരു യുദ്ധമുഖം തുറക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.